കലയും ജീവിതവും ഭാഗം 4. ഏതാനും നൂലുകൾ ചേർന്ന വസ്ത്രം എന്ന അല്പമാത്ര സംവിധാനം ഒരു ജീവന്റെ സാമൂഹികമായ യോഗ്യതയെ ജീവനുകൾക്ക് ബോധ്യപ്പെടുത്തുന്നു. ഇപ്രകാരം ജീവനുകളെ ബോധ്യപ്പെടുത്തുക എന്നതിലൂടെ ആ ജീവൻ കാരണോർജം എന്ന നിലയിൽ പ്രപഞ്ചത്തിൽ ആ സ്വഭാവ സങ്കല്പങ്ങളെ ഉൾക്കൊണ്ടു നിൽക്കുന്നു എന്ന സൂക്ഷ്മപ്രപഞ്ചത്തിലെ രേഖപ്പെടുത്തലും അതുവഴി നിക്ഷിപ്തമാവുന്ന അവകാശവും എന്നതായി തീരുന്നു. വിവസ്ത്രതയും അതിനൊത്ത പ്രവർത്തനങ്ങളും വികലമായ അംഗചലനങ്ങളും നിമിത്തം ജീവനിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമാവുന്ന വിശേഷങ്ങളും അതിന് ഒത്ത വിധം തന്നെ ആയിത്തീരുന്നതുകൊണ്ട് ജീവൻ അധപ്പതിച്ചതായോ മൃഗം എന്ന ഗുണവിശേഷമായോ അതിനേക്കാൾ താഴെയായോ വരാവുന്നതുമാണ്. ഏറ്റവും ശക്തവും ദൃശ്യവും ശ്രാവ്യവുമായ ഊർജവിനിയോഗം എന്ന നിലയിൽ കല എന്ന ഊർജവൈഭവം കൊണ്ട് നടത്തുന്ന ശുദ്ധീകരണത്തിലൂടെ അപകടബാധിതമായ ഒരു സമൂഹം എന്ന ഗതികെട്ട അവസ്ഥ മാറ്റിയെടുത്ത് ക്രമീകൃതമാക്കുന്നതിന് സാധ്യമാവുകയും ചെയ്യുന്നു. പ്രപഞ്ച കാരണഗുണവിശേഷങ്ങളുടെ നിക്ഷിപ്തതകളുടെ നിറവായിരിക്കുന്ന ശരീരാവയവങ്ങൾ വസ്ത്രമുപയോഗിച്ചും മറ്റും മറച്ച് സംരക്ഷിക്കുക എന്നതുകൊണ്ട് ഒരു ജീവന്റെ നിക്ഷിപ്തമായ പ്രപഞ്ച സൂക്ഷ്മഗുണം തന്നെയായ അറിവും അത് മുഖാന്തരം ഉണ്ടാവുന്ന നന്മയും മറ്റു ജീവനുകൾക്ക് കൊടുക്കാതെ സംരക്ഷിക്കേണ്ടതാകുന്നുവെന്ന് വരുന്നുമില്ല. ജീവശരീരത്തിലെ എല്ലാ അവയവങ്ങളിലുമായി നിക്ഷിപ്തമായി വരുന്ന പ്രകൃതിയുടെ ദൃശ്യവിശേഷങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഗുണവിശേഷങ്ങളെ സംഭരിച്ചു നിർത്തി ഉയർന്ന ശേഷിയുള്ള മനസ്സായി പരിണമിപ്പിച്ച് കാരണോർജം എന്ന അവസ്ഥയിലെത്തിച്ച് സംജാതമാക്കുന്ന ക്രമീകരണത്തിനു മാത്രമേ ജീവനിലെ നിക്ഷിപ്തോർജത്തെ നന്മയിലേക്ക് പരിവർത്തിതമാക്കാൻ സാധ്യമാവുന്നുമുള്ളൂ. അത്തരമൊരു യോഗ്യതയും ശേഷിയും കേവലം ശരീരാവയവങ്ങൾ എന്ന നിക്ഷിപ്താവസ്ഥ കൊണ്ട് സംജാതമാക്കുന്ന അനുഭൂതിക്ക് സാധ്യമല്ലാതിരിക്കുന്നു. ആൺപെൺ ജീവബന്ധങ്ങൾക്കിടയിലാണ് ശരീരസംരക്ഷണം എന്ന വസ്ത്രത്തിൻ്റെ ഉപയോഗം ഏറ്റവും അത്യാവശ്യമായി വരുന്നത്. ആണും പെണ്ണും എന്നത് പരസ്പരാകർഷണമുള്ള ജീവഗുണവിശേഷങ്ങൾ ആയതുകൊണ്ട് ഈ സംരക്ഷണം നിമിത്തം സംഗമത്തിലൂടെയും സങ്കല്പത്തിലൂടെയും നഷ്ടമാവാത്ത ഊർജം പരിവർത്തിതമായി വികസിത മനസ്സായി കാരണോർജമായി തീരുന്ന അവസ്ഥയിലെത്തുന്നതിന് പ്രാപ്തമായി തീരുന്നു. ആൺപെൺ ജീവിതത്തിൻ്റെ ഇവിധമുള്ള സംരക്ഷണമില്ലായ്ക നിമിത്തം ഊർജനഷ്ടം സംഭവിക്കുകയും യോഗ്യതയിലേക്ക് ജീവന് പരിണമിക്കാൻ സാധ്യമല്ലാതായി തീരുകയും ചെയ്യുന്നു. സൗന്ദര്യത്തിൻ്റേതും അറിവിൻ്റേതുമായ ഈ സംരക്ഷണത്തിൻ്റെ ശബളമായ വികസിത ഭാവം യോഗ്യത നിറഞ്ഞ സങ്കല്പം എന്ന നിലയിൽ യഥാർത്ഥ കലയായി പരിണമിക്കുന്നു. അതിൽ നിന്ന് സംജാതമാവുന്ന ജീവിതഗതി എന്ന സംസ്കാരം യാഥാർത്ഥ്യത്തിൻ്റെ സന്ദേശവും സമ്പന്നതയുമാവുന്നു. ഇവിധം ജീവിതത്തിൻ്റേതായ എല്ലാ അവസ്ഥാവിശേഷങ്ങളെയും നിരീക്ഷിച്ച് അവയിലെ പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ച് ജീവകാരണോർജമായ പ്രകൃതി വിശേഷങ്ങളെ തന്നെ ഉപയോഗിച്ച് മനസ്സുകളിലേക്ക് നിക്ഷേപിക്കുന്ന വിധമായ കാരണോർജ വൈവിധ്യ വിനിമയം എന്നതാണ് കല എന്ന പ്രതിഭാസം. ആദി ജീവാരംഭം മുതൽ പ്രകൃതിയെ അനുഭവിച്ചറിഞ്ഞ് ജീവൻ വികസിച്ച് എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന നിലയിൽ ജീവിത ക്രമീകരണം എന്ന ചര്യ സാധിച്ചെടുക്കുന്നതുപോലെ പ്രകാശത്തിൻ്റെയും സത്താഭാവങ്ങളെ ഉൾക്കൊണ്ട് ജീവന്റെ സൂക്ഷ്മഗുണം വികസിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുക എന്ന പ്രവർത്തനഗതിയാണ് സംഗീതവും നിറക്കൂട്ടുമായുള്ള കലാപ്രവർത്തനങ്ങൾ. അവസ്ഥാപരമായി മണ്ണിൻ്റെ സാധാരണ ഗുണവിശേഷങ്ങളിൽ നിന്ന് ഏറെയേറെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നതും എന്നാൽ മണ്ണ് തന്നെ ആയിരിക്കുന്നതുമായ വിശേഷമാകുന്നു ഭക്ഷണം എന്നതുപോലെ പ്രകാശത്തിൽ നിക്ഷിപ്തമായ സൂക്ഷ്മഗുണങ്ങളുടെ യോഗ്യതാവിശേഷം എന്ന തിളക്കമാകുന്നു വർണ്ണം എന്നത്. ആ അവസ്ഥയെ രൂപതരമായി ദർശിക്കുമ്പോൾ തരംഗദൈർഘ്യത്തിൻ്റെ വ്യതിയാനങ്ങളായി മനസ്സിലാക്കാൻ മാത്രം കഴിയുകയും ചെയ്യുന്നു. വർണ്ണവൈവിധ്യങ്ങൾ എന്ന പ്രകാശതരംഗ നിക്ഷിപ്തമായ രൂപവൈവിധ്യങ്ങളെ
സങ്കല്പനിമിത്തം ജീവനിൽ അറിവായി ബോധമായി സന്നിവേശിപ്പിക്കുന്നു എന്ന അർത്ഥതലമാണ് ചിത്രങ്ങളും ശില്പങ്ങളും മറ്റുമായ ഉന്നതശേഷി വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കുന്നത്. ദൃശ്യമാവുന്ന വെറും മണ്ണ് അഥവാ ഭൂമി മറ്റൊന്ന് എന്ന് പറയാവുന്ന വിധം സങ്കല്പ സന്നിവേശം കൊണ്ട് അവസ്ഥാന്തരം പ്രാപിക്കുന്നതിൽ നിക്ഷിപ്തമായി വരുന്ന സൂക്ഷ്മോർജത്തിനനുസരിച്ച് ആസ്വാദ്യത എന്ന മനസ്സിൻ്റെ സൂക്ഷ്മ സംവേദനത്തിലൂടെ ജീവനുകൾ പ്രപഞ്ചകാരണശേഷിയെ ഉൾക്കൊണ്ട് വളരുന്നു. ചിത്രങ്ങളും ശില്പങ്ങളും നൃത്തവും സംഗീതവും ഒക്കെയായി കല എന്ന സ്വാധീനം മനസ്സിൻ്റെ ആസ്വാദനം അഥവാ പ്രപഞ്ചത്തിൻ്റെ സവിശേഷമായ ശേഷിയെ ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും അതുവഴി കാരണാവസ്ഥയിലേക്കുള്ള ജീവപരിണാമം അതിവേഗം സാധ്യമാക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ കല ദൈവികമായി മാറുകയും കലോപാസന ഉന്നത യോഗ്യതയുള്ള ആദരണീയമായ കർമ്മം ആയിത്തീരുകയും ചെയ്യുന്നു. കലോപാസകർ ഉന്നതശേഷി ആർജിച്ചിരിക്കുന്ന ജീവൻ എന്ന നിലയിൽ ആരാധനാപാത്രങ്ങൾ ആയിത്തീരുകയും സാധാരണ മനുഷ്യർ ഇവരെ പിൻപറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിധത്തിൽ സാധിതമായി വരുന്ന സമൂഹത്തിന് സംഭവിക്കുന്ന കാഴ്ചപ്പാടുകളുടെ നിരന്തര മാറ്റം എന്നതിലൂടെ വ്യക്തികളും സമൂഹവും സ്വാതന്ത്ര്യബോധമുള്ളവരും എല്ലാവർക്കും എല്ലാം അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് ബോധ്യമുള്ളവരാവുന്നതിനും കഴിയുന്നു. നാം അറിയാതെ നാം ഓരോരുത്തരും ജനിച്ചു വളരുന്നത് പോലെയും ജീവജാല വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് പോലെയും ഋതുഭേദങ്ങൾ സംഭവിക്കുന്നത് പോലെയും ഓരോ ജീവന്റെയും ശേഷിക്കൊത്ത അവകാശമായും അനുഭവമായും കാലാകാലങ്ങളിൽ കലയുടെ ഭാവവ്യതിയാനങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നു എന്നു മാത്രം. അതുകൊണ്ടുതന്നെ കല എന്ന പരിഗണനയിൽ വരുന്ന ഏതുതരം സൃഷ്ടിയും സംജാതമാക്കുന്ന ജീവനുകളുടെ നേട്ടങ്ങളെയോ കോട്ടങ്ങളെയോ സാധാരണഗതിയിൽ ആർക്കും തടഞ്ഞു നിർത്താൻ ആവാത്തതായി വരുന്നു. ഇപ്രകാരമുള്ള ജീവന്റെ ത്വരിത പരിണാമ പ്രക്രിയയായി ജീവനുകളിലൂടെ തന്നെ അവതരിക്കുന്ന കല എന്ന പ്രത്യക്ഷതയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങളെയാകട്ടെ സങ്കല്പങ്ങളുടെ രൂപരഹിതമായ ദൃശ്യത എന്നതായി തിരിച്ചറിയാനാവുന്നു. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം അന്ധകാരത്തിൽ നിന്നും ശൂന്യതയിൽ നിന്നും സംജാതമായതും ആ പരിണാമ പ്രവർത്തനങ്ങളെല്ലാം സങ്കല്പം മുഖാന്തരം സംഭവിച്ചിട്ടുള്ളതും ആയതുകൊണ്ട് സങ്കല്പങ്ങളുടെ വൈവിധ്യങ്ങൾ എന്ന നിലയിൽ അന്ധകാരത്തിന് സംഭവിച്ച പരിണതിയാണ് അനുഭവവേദ്യമായി തീരുന്ന അനേകം വർണ്ണങ്ങൾ എന്നത്. ഇപ്രകാരം സംജാതമായ വർണ്ണങ്ങളെ എടുത്ത് വിനിയോഗിക്കുകയെന്നാൽ പ്രകൃതിക്കും കാലത്തിനു മുമ്പേ ശൂന്യതയിൽ നിക്ഷിപ്തമായിരുന്നതും ജീവനുകൾക്ക് തിരിച്ചറിയാൻ ആവാതിരുന്നതുമായ ഊർജ്ജസൂക്ഷ്മതയായ സങ്കല്പങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നതായി കാണേണ്ടിയുമിരിക്കുന്നു. അതുകൊണ്ടുതന്നെ സർവകാരണമായ ശക്തിവിശേഷത്തിൻ്റെ ഇച്ഛയ്ക്കൊത്ത് സങ്കൽപ്പിച്ച് പ്രവർത്തിച്ച് പൂർത്തീകരിക്കുന്ന പദ്ധതിയിലൂടെ സൃഷ്ടിപരമായ എന്തും പ്രവർത്തനവിധേയം ആക്കേണ്ടിയിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നതിനും ജീവനുകൾക്ക് കഴിയുന്നു. വർണ്ണവൈവിധ്യം എന്നതുപോലുള്ള സങ്കല്പങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ തന്നെയാണ് സ്വരവൈവിധ്യങ്ങളിലൂടെ സംജാതമാവുന്നതും. ഇത് പ്രകാരം സപ്തസ്വരങ്ങൾ എന്ന പരിഗണനയിൽപ്പെടുത്തി ശബ്ദവൈവിധ്യത്തെ കാണാനാവുന്നു എന്നതുകൊണ്ടുതന്നെ ശബ്ദം എന്ന എന്തിനെക്കുറിച്ചും ജീവനെ ബോധ്യപ്പെടുത്തുന്ന വിവരണശേഷിയായ ഊർജ്ജസ്രോതസ്സും പ്രകാശം എന്ന പോലെ പ്രബലമായ 7 സങ്കല്പങ്ങൾ മുഖാന്തരം സംഭവിച്ചിട്ടുള്ളതായി തിരിച്ചറിയാനാവുന്നു. ഈ പ്രബലമായ സപ്തസങ്കല്പങ്ങൾക്കപ്പുറം കടന്നു നിൽക്കുന്ന കാരണവിശേഷം എന്ന അവസ്ഥയിൽ വരാത്തിടത്തോളം സ്വരങ്ങളും വർണ്ണങ്ങളും സപ്തഭാവങ്ങളുടേതായിരിക്കുകയും ആ പരിധിയിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. ഭൂമിയിൽ നിരവധി വിധമായ ശബ്ദങ്ങൾ ശ്രവിക്കാനും ആസ്വദിക്കാനുമാവുന്നുവെങ്കിലും അവയുടെയെല്ലാം സത്താസൂക്ഷ്മതയായ അതീവ സൂക്ഷ്മ ഊർജവിശേഷം എന്ന നിലയിൽ പാകപ്പെടുത്തിയിരിക്കുന്ന സ്വരങ്ങൾ ഭാവനകളായി, സംഗീതമായി, ശബ്ദമായി, ശ്രുതിമധുരമായി, അർത്ഥനിബദ്ധമായ അനുഭവമായി പരിണമിക്കുന്നു.
എന്ന് പറയുമ്പോൾ ഭാവനയുടെ നിക്ഷിപ്തമായ സമ്പന്നത കൊണ്ട് സംജാതമാവുന്ന വാക്കുകളും ഭാവന തന്നെയായ സ്വരവും സംഗമിക്കുമ്പോൾ ഗാനമധുരിമ എന്ന ശബ്ദത്തിലൂടെ അതിവിശിഷ്ട പരിണതിയായ കാരണോർജം സംജാതമാകുന്നു എന്ന് കാണാം. ഇപ്രകാരമുള്ള സംഗീതം എന്ന ആകർഷണ ശക്തിവിശേഷം സാമാന്യമായി തന്നെ സൂക്ഷ്മത്തിൽ മുമ്പേ നിക്ഷിപ്തമായിരുന്നതും അത് ഭാവനകൾ കൊണ്ട് വികസിതമായി വൈവിധ്യമായി തീരുന്നതും എന്നുമാണ് ബോധ്യപ്പെടാനാവുക. ഇവിധമുള്ള വികസിതമായ വ്യത്യസ്തതകളോട് കൂടിയ അനേകമനേകം സ്വരങ്ങളും പദങ്ങളും സംഗമിച്ച് ആസ്വാദനമണ്ഡലം വിപുലമാക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയുടെ വികാസത്തെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവിശേഷത്തിൻ്റെ ഒരവസ്ഥയുമായി തിരിച്ചറിയാനും ആവുന്നു.